ഹോർമുസിൽ യുടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ട ഇറാൻ ആക്രമണത്തിൽ ഭാരതീയ നാവികൻ കൊല്ലപ്പെട്ടു. 6 ഭാരതീയർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഒമാൻ തീരത്താണ് മോംബസ അൽ ബഹിയ എന്നീ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടത്. ആക്രമണം നടത്തിയതായി ഇറാനും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. ഇറാൻ ആക്രമണത്തിൽ ഭാരതീയ നാവികൻ കൊല്ലപ്പെട്ടു എന്നുള്ളത്. എന്താണ് സംഭവം? 6 ഭാരതീയർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ? രാഖി, ശില്പ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒമാൻ തീരത്തുകൂടെ, അതായത് ഹോർമുസിൻ്റെ ഒമാൻ തീരത്തുകൂടെ സഞ്ചരിച്ചിരുന്ന യുടെ നാഷണൽ എണ്ണ ടാങ്കറുകളായ മൊംബസ അൽ ബഹിയ എന്നീ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വൻതോതിൽ തീപിടുത്തം ടാങ്കറിലുണ്ടായിട്ടുണ്ട്, കപ്പലിലുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഈ കപ്പലിൽ ജോലി ചെയ്തിരുന്ന 8ഓളം നാവികരുണ്ടായിരുന്നു, 8ഓളം ഭാരതീയ നാവികരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരിക്കുകയും 6 നാവികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഗൗരവമേറിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. 2 കപ്പലുകളിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെയാണ് ഇറാൻ്റെ നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഹോർമുസ് അടച്ച നീക്കത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് കൃത്യമായി ഹോർമുസിൽ സുരക്ഷ ഏർപ്പെടുത്തുമെന്ന അമേരിക്കയുടെ നിലപാട് ഇന്നലെയാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്നതും ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. ഹോർമുസിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും ഇറാൻ്റെ പരിധിക്ക് അപ്പുറത്തുകൂടി കടന്നു പോകുന്ന, ഒമാൻ തീരത്തുകൂടെ കടന്നു പോകുന്ന, ദക്ഷിണ ഭാഗത്തൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഒരു നീക്കം അതീവ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നും അതിശക്തമായി ഇതിനെ അപലപിക്കുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവും വിശദീകരണവും നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭാരതീയനായ നാവികൻ കൊല്ലപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ഭാരതീയ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെയും സമാന രീതിയിൽ ഒരു ഭാരതീയനെ കാണാതാവുന്ന രീതിയിലുള്ള ആക്രമണം നടന്നിരുന്നു. GFX ഗാലക്സി എന്ന കപ്പലിന് നേരെ ആക്രമണം നടന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിലും ഭാരതീയരായ നാവികരുണ്ടായിരുന്നു, 11ഓളം നാവികരുണ്ടായിരുന്നു. അതായത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വെല്ലുവിളി കൂടി നേരിടുന്നൊരു പശ്ചാത്തലമാണ്. അതായത് ഭാരതീയരായ നിരവധി നാവികർ, അതായത് ഈ മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഭാരതം. അതുകൊണ്ട് തന്നെ മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥർ നിരവധിയായി യാത്ര ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കപ്പലുകളിൽ സഞ്ചരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തെ അതിശക്തമായി ഭാരതം എതിർക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി പോലും തൻ്റെ വിദേശ സന്ദർശന വേളയിൽ ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അത് ഇറാനുമായി വിഷയം, അതായത് പശ്ചിമേഷ്യൻ വിഷയം പരാമർശിച്ച് തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും യുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അതിശക്തമായൊരു തിരിച്ചടിക്കുള്ള സാധ്യത, തന്നെ ഒരു പരിധിവരെ ഇറാനെതിരെ ആക്രമണം നടത്താനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചന. നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പൽ ആക്രമിച്ചതിനെതിരെ അതിശക്തമായ എതിർപ്പ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക അറിയിപ്പായി തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഭാരതീയരായ നാവികർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി അപലപിക്കുകയും മരിച്ചവർക്ക് അനുശോചനം അർപ്പിക്കുകയും ചെയ്യുന്നുവെന്നും കൃത്യമായി മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. രാഖി, എന്തായാലും ഹോർമുസിൽ യുടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 6 ഭാരതീയർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്തായാലും ഇറാൻ ഇങ്ങനെ പ്രകോപനം തുടരുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്ത ആശങ്കയിലാണ് ഭാരതവും എന്നുള്ളത് തന്നെയാണ്. ഭാരതീയരുടെ കാര്യത്തിൽ വല്ലാത്തൊരു ആശങ്കയുണ്ട്. അവിടെ കുടുംബങ്ങളെല്ലാം തന്നെ ഇവിടെ ഭീതിയോടെ ഇരിക്കുന്നു. അപ്പോഴും വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരം ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്ത് വരുന്നത്.